കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് നൽകുന്നത് ഒരു കൗതുകകരമായ രസകരമായ നമ്മൾ ആവർത്തിക്കുന്നത് പോലെ ഇത് എങ്ങോട്ടേക്ക് എന്നൊന്നും അനുമാനിക്കാൻ പറ്റാത്ത ആർക്കും കൃത്യമായ നിലപാട് രാഷ്ട്രീയം തന്നെ എന്ന് പറയുമ്പോൾ പോലും ഒരു നിലപാട് സ്വീകരിക്കാൻ ഏറ്റവും കൗതുകമുണ്ട്. എനിക്കൊന്ന് കേരളത്തിലെ മറ്റു 19 ഇടത്തും കാണാത്ത ഒരു രാഷ്ട്രീയ ചിത്രവും കാരണം കൃത്യമായ ഒരു മുന്നണി രാഷ്ട്രീയം ഒന്നിച്ചെന്ന് പറയാതെ തന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മറ്റു ചില അടവ് നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു പൊതു ശൈലിയുണ്ട്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ നിന്നും വരുന്നയാളാണ്. ഫ്രാൻസിസ് ജോർജ് ഏറ്റവും അധികം മത്സരിച്ചിട്ടുണ്ടാവുക ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയിട്ടുമാവും. അങ്ങനെ ഒരാള് UDF ക്യാമ്പിൽ വന്ന് മത്സരത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു പുതുമുഖമാണ്, ചിഹ്നം പരിചയപ്പെടുത്തണം, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഫ്രാൻസിസ് ജോർജിന് കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീജിത്ത്, എന്താണ് ഈ UDF സാധ്യത? തീർച്ചയായും അതുണ്ട് സജിത്ത്. കാരണം സജിത്ത് പറഞ്ഞത് വസ്തുതയാണ്. കാരണം തുടക്കഘട്ടത്തിൽ ഇവിടെ കോട്ടയത്ത് അങ്ങനെ മത്സരിച്ച ഒരാളല്ല ഫ്രാൻസിസ് ജോർജ്. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം അതാണ് പറഞ്ഞത്, എനിക്ക് ഇവിടുത്തെ ഒരു ട്രെൻഡും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ കേട്ടതനുസരിച്ച് ഏറ്റവും ഗംഭീര പ്രകടനമൊക്കെ ഈ കോൺഗ്രസ് നടത്തുന്നു എന്നൊക്കെ അദ്ദേഹം പറയാണ്. എടുത്തു പറയേണ്ട തുടക്കത്തിൽ തന്നെ KM ജോർജിനെ ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം. ഞാൻ ആദ്യഘട്ടങ്ങളിൽ ഈ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണല്ലോ ഫ്രാൻസിസ് ജോർജ്. ഈ പല മഠങ്ങളിലുമൊക്കെ പോകുമ്പോൾ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒക്കെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ KM ജോർജ് സാറിന്റെ മോനാണ് എന്ന് കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു UDF. അതിന് സമയമുണ്ടായിരുന്നു, അവർക്ക് പരിചയപ്പെടുത്താൻ സമയം കിട്ടി. 2 ഓട്ടോറിക്ഷ എന്നുള്ളൊരു ചിഹ്നം വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്ത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ മണ്ഡലം ഈ ചാഴിക്കാടൻ എൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്ന് പലതരം തന്ത്രങ്ങൾ വരുന്നതോടെ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് മാറിപ്പോയ ഒരാൾ എന്നുള്ള നിലയിൽ അവരെ തോൽപ്പിക്കുക എന്നുള്ള ആവശ്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഫ്രാൻസിസ് ജോർജ് പതുക്കെ കൂടുതൽ ഒരു കോട്ടയംകാരനായി മാറിയിട്ടുണ്ട്. അവിടെ ഒന്നുകൂടി എടുത്തു പറയേണ്ടത്, ചാഴിക്കാടൻ സിറ്റിംഗ് MP ആയിരുന്നു, കോട്ടയംകാരനാണ്, ഈ മണ്ഡലത്തിലെ വോട്ടറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വർഷങ്ങളായുള്ള മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള ഒരു അടുപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജ് അത്രയും പരിചയമില്ല, ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ളതാണ് UDF പ്രതീക്ഷിക്കുന്നത്. അവിടെ LDF UDF ഫൈറ്റിൽ UDF ജയിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. തൊട്ടിപ്പുറത്ത് കേരള കോൺഗ്രസും CPM ചേർന്നാൽ പിന്നെ ജയം മറ്റാർക്കുമില്ല എന്ന് അവരും പറയുന്നു. എന്തായാലും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമേ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് പിന്നെ സംശയങ്ങളൊന്നുമില്ലായിരുന്നു. മറ്റു മണ്ഡലങ്ങളിലും ഇപ്പോൾ BJP പോലുള്ള പാർട്ടികളൊക്കെ നിശ്ചയിച്ചു വെച്ചുവെങ്കിലും പ്രഖ്യാപനം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിരുന്നു എന്ന്. അതെ, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ കളമൊരുക്കലിന് വളരെ മുമ്പ് തന്നെ തന്റെ മണ്ഡലത്തിൽ ചാഴികാടൻ ഒന്നാമൻ എന്ന് പറഞ്ഞ് അദ്ദേഹം, അതായത് ഈ MP എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ തുക കേരളത്തിൽ ചെലവാക്കിയ MP താനാണ് എന്ന തരത്തിലുള്ള ഫ്ലെക്സുകൾ അതിനു മുമ്പ് തന്നെ പ്രകടമായി വലിയ രാഷ്ട്രീയ വിവാദം ആവുകയൊക്കെ ചെയ്തിരുന്നു. എന്നിരുന്നാലും അത്തരമൊരു നീക്കമൊക്കെ നടന്ന് ചിത്രത്തിലേക്ക് ഇറങ്ങിയ ഒരു ഇടമാണ് കോട്ടയം എന്ന പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രമേൽ കൗതുകകരമാണ് രാഷ്ട്രീയ ചിത്രം. എങ്കിലും ശ്രീജിത്തിന്റെ ഒരു പൊതുവിലയിരുത്തലുണ്ടല്ലോ, അത് ദുർഘടമാണ് എന്നറിയാം. നമ്മൾ മിഥുനോട് ചോദിച്ചതുപോലെയും ശരണ്യോട് ചോദിച്ചതുപോലെയും അത്ര എളുപ്പമല്ല ഈ പൾസ് ആർക്ക്, അല്ലെങ്കിൽ ഈ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ദിവസങ്ങൾ മാത്രം ബൂത്തിലേക്ക് പോകാൻ ഉള്ളപ്പോൾ ആർക്കാണ് ഇപ്പോഴത്തെ ഒരു മേൽക്കൈ എന്നത് ശ്രീജിത്തിന് പറയാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ ഉള്ളത്? ശ്രീജിത്തിന്റെ ഒരു കണക്കുകൂട്ടലിൽ ഈ അവസാന ലാപ്പിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്? അഭിലാഷേ, ഇതിൽ 2 ചോദ്യമേ ഉള്ളൂ. ഒന്നൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണോ നടക്കുന്നത്, അതോ ഒരു വ്യക്തിപരമായ പോരാട്ടമാണോ? ഇത് കേരള കോൺഗ്രസ് എം ഇവിടെ ശ്രമിക്കുന്നത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ, അതായത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കിയ തോമസ് ചാഴിക്കാടൻ, 2 കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമായും രാഹുൽ ഗാന്ധിക്ക് ഡൽഹിയിൽ വോട്ട് ചെയ്യാൻ പോകുന്ന കേരള കോൺഗ്രസ് എം, ഇതാണോ വിജയിക്കുക, അതോ പൊളിറ്റിക്കൽ ഫൈറ്റ്, അതായത് ഒരു UDF LDF ഫൈറ്റ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് നടക്കുക എങ്കിൽ അത് LDFന് സാഹചര്യം അത്ര അനുകൂലമായിരിക്കില്ല, അത് ഫ്രാൻസിസ് ജോർജിന് അനുകൂലമാകുകയും ചെയ്യും. തൊട്ടിപ്പുറത്ത് LDFന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മറ്റു ചില ഘടകമാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആ വോട്ടുകൾ UDF വോട്ടുകളും കുറച്ച് പോയേക്കാം, LDF വോട്ടുകളും പോയേക്കാം. തുഷാർ ഒരു വലിയ വോട്ട് പിടുത്തം നടത്തുമെന്നുള്ള നമുക്ക്
നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ചോരുന്ന വോട്ടുകൾ അത് കൂടുതലും ഇടതുപക്ഷത്തു നിന്നുള്ള വോട്ടുകളാണ് എന്നുള്ളതും ഇടത് സാധ്യത അവിടെ അല്പം വെല്ലുവിളി ഉയർത്തുന്നതാണ്. എന്തായാലും ഏറ്റവും ഗംഭീരമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. ജോസ് കെ മാണി ഉൾപ്പെടെ എല്ലാ ദിവസവും പ്രചരണ രംഗത്ത് സജീവമാണ്. തൊട്ടിപ്പുറത്തുള്ള ക്യാമ്പിന് ജോസഫ് ഗ്രൂപ്പിന് ചില സ്ട്രൈക്കുകൾ നൽകിക്കൊണ്ട്, അത് ഇന്നലെ കൊല്ലം ജില്ലാ അധ്യക്ഷൻ രാജിവെക്കുന്നു, ഇന്ന് മറ്റൊരു മലബാറിൽ നിന്നുള്ള ഒരു ജില്ലാ പ്രസിഡന്റ് രാജിവെക്കുമെന്ന് പറയുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ദിവസം വരെ രാജിവെക്കാനുള്ളവരെ അടക്കം ക്യൂ ആക്കി സെറ്റ് ചെയ്തിട്ടാണ് കേരള കോൺഗ്രസ് എം ഇവിടെ പണിയെടുക്കുന്നത് എന്നുള്ളതും ചേർത്ത് പറയേണ്ടി വരും. സജിയുടെ കാര്യത്തിൽ ഒരല്പം പാളിപ്പോയി. സജി ഒരു പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ് എന്നൊക്കെ ജോസ് കെ മാണി പറഞ്ഞു. പക്ഷേ സജി പോയത് NDAയിലേക്കാണ് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അവർക്ക് പ്രചരണം നടത്താനായി ഇന്നത്തെ എന്തായാലും സജിത്ത്, നമുക്ക് കോട്ടയം അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. കോഴിക്കോടേക്ക് പോകേണ്ടതുണ്ട്. എങ്കിലും എൻ്റെ ഒരു സംശയം എന്നത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് കേരളത്തിലടക്കം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒന്നാണ് റബ്ബറിന്റെ വില എന്നത്. റബ്ബറിന്റെ വില 300ലേക്ക് എത്തിച്ചാൽ ഞങ്ങൾ ആരെയും പിന്തുണയ്ക്കും, അത് BJPയെ വേണമെങ്കിലും എന്ന തരത്തിൽ ഉണ്ടാകുന്ന പാംപ്ലാനിയുടെ പ്രതികരണം അടക്കം വലിയ തോതിൽ ചർച്ചയായി. ഈ റബ്ബർ കർഷകരടക്കം ഒരുപാടുള്ള പ്രദേശം ആണ് കോട്ടയം. മലയോര കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. ഇടുക്കി പോലെ ഈ വനപ്രദേശം അങ്ങനെ ഒരു വന്യമൃഗശല്യം അധികമുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ലോക്സഭയിലും പ്രതിഫലിക്കേണ്ട വിഷയങ്ങളാണല്ലോ. അതൊക്കെ അങ്ങ് മാറിപ്പോവുകയും മറ്റു ചിത്രങ്ങൾ, മറ്റു വിഷയങ്ങൾ മാത്രം ഫോക്കസായി മാറുകയും ചെയ്തിട്ടുണ്ടോ സജിത്? എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പൊതുവിഷയങ്ങൾ, റബ്ബറിന്റെ വിലയിടിവ്, നെല്ലിന്റെ സംഭരണ വിലയിലെ പ്രശ്നങ്ങൾ, സംഭരണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കർഷകർ നേരിടുന്ന പൊതുപ്രശ്നങ്ങൾക്കൊക്കെ സ്വാധീനമുണ്ടാവുന്നുണ്ട്. റബ്ബറിന് ഒരു പ്രത്യേക പരിഗണന കിട്ടേണ്ടതുമായ, പൊതുവെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കാം ഇത്തരം വിഷയങ്ങൾ കൂടുതൽ. പക്ഷേ റബ്ബർ പോലെയുള്ള വിഷയങ്ങൾ, വന്യമൃഗശല്യം പോലെയുള്ള വിഷയങ്ങളൊക്കെ അത് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട വിഷയമാണ്. കേന്ദ്ര നിയമത്തിലാണ് ചില മാറ്റങ്ങൾ വരുത്തേണ്ടത്. പക്ഷേ അത്തരം വിഷയങ്ങൾ അത് വരും. എനിക്ക് തോന്നുന്നു കോട്ടയം രാഷ്ട്രീയത്തിൽ പൊതുവിൽ ശ്രീജിത്ത് നിരീക്ഷിച്ച ആ ഒരു പ്രധാന ഘടകം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രാഷ്ട്രീയമായ പോരാട്ടമാണ് നടക്കുന്നതെങ്കിൽ അത് സംസ്ഥാന ചിത്രത്തിനൊപ്പം ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പോരാട്ടം മാറാം. അതിനപ്പുറം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ ചില മാറ്റങ്ങൾക്ക് സാധ്യതകളുണ്ട്. അങ്ങനെ പ്രവചനാതീതം എന്ന ഒരു പൊതുചിത്രം നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ പറയേണ്ടി വരും കോട്ടയം. കാരണം കോട്ടയത്തിലെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ്. UDFന് രാഷ്ട്രീയമായി മേൽക്കോയ്മയുള്ള ഒരു മണ്ണാണെങ്കിൽ കൂടിയും കോട്ടയം രാഷ്ട്രീയം പ്രവചനാതീതമായി തുടരും. നമുക്ക്